നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. പെപ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് ഈ സീസൺ അവസാനത്തോടു കൂടി പടിയിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫെബ്രിസിയോ റൊമാനോ ഇന്ന് ട്വീറ്റ് ചെയ്തു, പെപ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസൺ അവസാനത്തോടു കൂടി, ഇനി 2 ഗെയിമും കൂടെ ബാക്കിയുള്ളൂ, ആ ഗെയിം പൂർത്തിയാക്കിയതിനു ശേഷം സിറ്റി വിട്ട് പെപ് ഗോർഡിയോള പടിയിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതിനുശേഷം എൻസോ മെറസ്ക ആയിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിനെ ഇനി അങ്ങോട്ട് നയിക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. എപ്പോഴാണ് ഗോർഡിയോള ടീം വിട്ട് പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു സിറ്റി ഫാൻസ്. പക്ഷെ അത് ഈ സീസണോട് കൂടിയാണ് അത് നടക്കുന്നത്. പെപ് ഗോർഡിയോളയ്ക്ക് അടുത്ത സീസൺ, അതായത് 2026-27 സീസൺ എൻഡ് വരെ ആയിരുന്നു കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഗോർഡിയോള ഈ ഒരു സീസണോട് കൂടി ഇത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. 2016 സീസൺ മുതലാണ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജറായിട്ട് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരയ്ക്ക് ഏകദേശം 591 മാച്ചസ് ടീമിന്റെ കോച്ചായിട്ട് നിന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 416 വിൻസ്, 86 ഡ്രോസ്, ലോസസ് എന്ന് പറയുമ്പോൾ 89 ലോസസ്. വിൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 73% വിൻ റേറ്റ്. പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വിൻ റെക്കോർഡ്സ് തന്നെയായിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സിറ്റി ഫാൻസിനും സിറ്റി ടീമിനും മാത്രമുള്ള ഒരു നഷ്ടമല്ല, ഇത് ഉറപ്പായിട്ടും ഒരു പ്രീമിയർ ലീഗ് ആസ് എ എൻറ്റിറ്റി മൊത്തത്തിൽ ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം ഗോർഡിയോള എന്നുള്ളൊരു ഫിഗർ, എന്നുള്ളൊരു പേര് എന്ന് പറഞ്ഞാൽ അത് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജേഴ്സ്. സിറ്റി പ്ലെയേഴ്സ് തർക്കിക്കും, ഓക്കെ ഹീ ഈസ് ദ ബെസ്റ്റ് എന്ന് പറയും, പക്ഷേ എൻ്റെ അഭിപ്രായം അതല്ല. പക്ഷേ എന്താ പറയുക, ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രീമിയർ ലീഗ് മാനേജേഴ്സ് ഇൻ ദ മോഡേൺ എറ ഓർ ഈവൻ ലൈക്ക് ഇൻ ദ ഹിസ്റ്ററി. അത് തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായം. പെപ്പിൻ്റെ ട്രോഫി ബ്രേക്ക് ഡൗൺ നമുക്കൊന്ന് നോക്കാം. 6 പ്രീമിയർ ലീഗ് ടൈറ്റിൽസ്, 1 യുവേഫ ചാമ്പ്യൻസ് ലീഗ്, 2 FA കപ്പ്, 4 EFL കരബോ കപ്സ്, 3 FA കമ്മ്യൂണിറ്റി ഷീൽഡ്, 1 യുവേഫ സൂപ്പർ കപ്പ്, 1 ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. അപ്പോൾ ഇത്രയധികം ഓണേഴ്സ് സിറ്റിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ പെപ് ഗോർഡിയോള നേടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ ട്രോഫി എത്രയോ വർഷങ്ങളായിട്ട് സിറ്റി ട്രൈ ചെയ്തുകൊണ്ടിരുന്നൊരു ട്രോഫി 2022-23 സീസണിലാണ് അവസാനം സിറ്റി അത് നേടുന്നത്. അതും പെപ് ഗോർഡിയോള എത്രയോ വർഷം പണിപ്പെട്ട് അത് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുവിധം ക്ലബ് ഫുട്ബോളിന് ഉള്ള എല്ലാ തരത്തിലുള്ള ഓണേഴ്സും നേടിയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് പെപ് ഗോർഡിയോള. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തർക്കമില്ല, ആൻഡ് ഹി ഹാസ് വൺ എവറിത്തിങ് അറ്റ് സിറ്റി. സിറ്റിക്ക് പെപ് ഗോർഡിയോള വരുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റിൽസ് നേടി തുടങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പം അവിടെ നിന്ന് അത് ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ 6 ടൈറ്റിൽസ്. പിന്നെ അതിൻ്റെ അകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 കോൺസിക്യൂട്ടീവ് ടൈറ്റിൽസ്, അതായത് 2020-21 സീസൺ മുതൽ 23-24 സീസൺ വരെ അടുപ്പിച്ച് 4 പ്രാവശ്യം ടൈറ്റിൽ അടിച്ചിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ്. സോ അത് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ ലൈക്കിനോ ഒരു എടുത്തു പറയപ്പെട്ട ഒരു റെക്കോർഡ് തന്നെയാണ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെപ് ഗോർഡിയോള ഹി ഹാസ് പ്രൂവ്ഡ് ഹിസ് വർത്ത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ തർക്കം ആണ് വിത്ത് സർ അലക്സ് ഫെർഗ്യൂസൺ. പല ആൾക്കാരും പറയുന്നത്, സിറ്റി ഫാൻസ് പ്രത്യേകം പറയുന്നത് വെച്ച് പറഞ്ഞാൽ ലൈക്ക് ഹീ ഈസ് ബെറ്റർ ദാൻ സർ അലക്സ് ഫെർഗ്യൂസൺ. അപ്പം ഞാൻ പറയുന്നത് വെച്ച് പറഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല, ഒരു പടി താഴെ തന്നെ ആയിരിക്കും പെപ് ഗോർഡിയോള. കാരണം സർ അലക്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റെടുക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര വലിയ ടീമൊന്നും ആയിരുന്നില്ല. ഹി കെയിം ഡ്യൂറിങ് ദ 86 സീസൺ. പിന്നെ അതിനുശേഷം ഒരു 6 വർഷം കഴിഞ്ഞിട്ട് ആ ടീമിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. ലൈക്ക് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം പ്ലേയേഴ്സൊന്നും അങ്ങനെ ഫിറ്റ്നസ് ലെവൽസ് ഒന്നും ഇല്ല, ഡ്രിങ്കിങ് പ്രോബ്ലംസും അങ്ങനെ കുറേ ഇഷ്യൂസ് ടീമിലുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് പതുക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ കൊണ്ടുവന്ന് പ്ലേയേഴ്സിനെയൊക്കെ അത്യാവശ്യം കൊള്ളാത്ത പ്ലേയേഴ്സിനെയൊക്കെ മാറ്റി പിന്നെ ബെറ്റർ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ബെറ്റർ ഒരു റൂട്ടീൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ 92-93 സീസണിൽ ആദ്യമായിട്ട് കപ്പടിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കോച്ചാണ്. പെപ്പിന്റെ ടൈമിൽ നമുക്കറിയാം ഓൾറെഡി സിറ്റി പ്രീമിയർ ലീഗ് അടിച്ച് നിൽക്കുന്നതൊക്കെ ഒരു ടൈമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് തുടർന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത്. ഇപ്പം സിറ്റി ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടഡ് ടീമായി. ഓയിൽ മണി വന്നതിന് ശേഷം അവർക്ക് ബഡ്ജറ്റിനും ഇതിൻ്റെ അകത്തൊന്നും ഒരു കൺസ്ട്രെയിൻസും ഇല്ല. ട്രാൻസ്ഫർ ബഡ്ജറ്റ് എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ചിലവാക്കാം എന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ദേ സ്പെൻഡ്, അവർക്ക് ഒരു പ്ലെയറിനെ വാങ്ങിച്ച് ആ പ്ലെയർ അത്രയ്ക്ക് നല്ലതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സീസൺ 2 സീസൺ കഴിയുമ്പോൾ എടുത്ത് മാറ്റും. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വന്നു. അപ്പം പെപ് ഗോർഡിയോളയ്ക്ക് വേണ്ടുന്നുള്ള പ്ലെയേഴ്സിന്
ആ ടീം നൽകിക്കൊണ്ടേയിരുന്നു ആ മാനേജ്മെന്റ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ടീം ബിൽഡ് ചെയ്തത്. ഏകദേശം 2 ബില്യൺ പൗണ്ട്സ് ആണ് ഈ 10 വർഷത്തിനിടയ്ക്ക് പെപ് ഗോർഡിയോള ചെലവാക്കിയത്. സോ അത്രയും മുടക്കിയിട്ടുള്ള ഒരു ടീമിനെയാണ് ഗോർഡിയോള സെറ്റ് ചെയ്ത് ഇത്രയും ചാമ്പ്യൻഷിപ്പ് അടുപ്പിച്ചത്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സർ അലക്സ് ഫെർഗ്യൂസന്റെ അണ്ടറിൽ ഉള്ള ടീം ബിൽഡിംഗ് അതൊന്നും അല്ല പെപ്പിന്റെ അണ്ടറിൽ എന്ന് പറഞ്ഞാൽ വിത്ത് പമ്പിങ് മണി അങ്ങനെ വന്നിട്ടാണ് ഈ ഒരു ടീം കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു സർ അലക്സിന്റെ. അപ്പൊ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രീം ലൈൻഡ് ആണ്. ഇങ്ങനെ പോകണം അങ്ങനെ പോകണം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ പെപ്പ് ബാർസലോണയിൽ ആദ്യമേ വരുന്ന ഒരു കാലഘട്ടത്തിൽ 2008-12 ടൈമിൽ ആ സമയത്തും ഓൾറെഡി ബാർസലോണ അത്യാവശ്യം നല്ല ടീമാണ്. നമുക്കറിയാലോ ബാർസലോണ എന്ന് പറയുമ്പോൾ സ്പാനിഷ് ലീഗിലെ ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ്. അപ്പോൾ ആ ടീമിനെ ഏറ്റെടുത്തിട്ടാണ് കളി ജയിപ്പിച്ചതും ചാമ്പ്യൻഷിപ്പ് അടുപ്പിച്ചത്. പിന്നെ അതിനുശേഷം എന്തുവാ നമ്മുടെ ബയൺ മ്യൂണിക്കിലേക്ക് പോകുന്നു. അവിടെയും ബയൺ മ്യൂണിക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് ടീമാണ്. അവിടെ പോയിട്ട് കോച്ച് ചെയ്യുന്നു. പിന്നെ അതിനുശേഷമാണ് സിറ്റിയിലോട്ട് വരുന്നത്. സോ ഹി ഹാസ് ഗൈഡഡ് എ ടീം ദറ്റ് വാസ് ഓൾറെഡി വിന്നിങ് ടീമിനെ വീണ്ടും ഒരു വിന്നിങ് ടീം ആക്കി മാറ്റിയ ഒരു കോച്ചായിട്ടാണ് പെപ് ഗോർഡിയോളനെ ഞാൻ കരുതുന്നത്. പക്ഷേ സർ അലക്സ് അതൊന്നുമല്ല. എന്താ പറയാ ഒരു വല്ലാത്ത കടന്ന ടീമിനെ പതുക്കെ മോൾഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കോച്ചായിട്ടാണ് സർ അലക്സിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പെപ്പും സർ അലക്സ് ഫെർഗ്യൂസൺ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കമ്പാരിസൺസ് നോക്കുമ്പോൾ പെപ്പ് 10 വർഷത്തിൽ ഇത്രയും ഇത് അടിച്ചെന്ന് പറയാം. അപ്പം സർ അലക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വർഷങ്ങളിലാണ് 13 പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് അടിച്ചതെന്നുള്ള കോൺവെർസേഷൻ വരും. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ അകത്തുള്ള വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി സർ അലക്സ് ഫെർഗ്യൂസൺ നമുക്ക് നേടിത്തന്ന ടൈറ്റിൽസ് ആണ്. കാരണം അതെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബിൽഡപ്പ്. കുറേ വർഷങ്ങളുടെ ഒരു പരിശ്രമത്തിൽ നിന്ന് മോൾഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അത് പിന്നീട് അങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഐ തിങ്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർ അലക്സ് ഫെർഗ്യൂസൺ ഇസ് ദ ബെസ്റ്റ് പ്രീമിയർ ലീഗ് മാനേജർ ഓഫ് ഓൾ ടൈം. സെക്കൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് പെപ്പിന് കൊടുക്കാം. പിന്നെ പെപ്പിന്റെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു ഒരു ഫീറ്റ് എന്ന് പറയുമ്പോൾ 100 പോയിന്റ്സ് ഒരു സീസണിൽ നേടി എന്നുള്ളതാണ്. ദാറ്റ് വാസ് എത്ര 2017-18 സീസണിൽ 100 പോയിന്റ്സ് നേടി എന്നുള്ളൊരു മെഗാ ഫീറ്റ് പെപ്പിന്റെ അണ്ടറിലുണ്ട്. പിന്നെ അതിനുശേഷം 850 പ്രീമിയർ ലീഗ് ഗോൾസ് അണ്ടർ പെപ്സ് ലീഡർഷിപ്പ്. പിന്നെ അതെന്ന് വെച്ചിരുന്നാൽ ആവറേജിങ് നിയർലി 2.5 ഗോൾസ് പെർ മാച്ച് ഓവർ ഇസ് ഫുൾ ടെന്യൂർ. ഇത്രയും 591 ഗെയിംസിൻ്റെ അകത്ത് ഏകദേശം 850 പ്രീമിയർ ലീഗ് ഗോൾസ് മാത്രം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹയസ്റ്റ് വിൻ റേഷ്യോ ഞാൻ പറഞ്ഞതുപോലെ ഹി ഇസ് ദ മാനേജർ വിത്ത് ഹയസ്റ്റ് വിൻ റേഷ്യോ എമംഗ് ഓൾ പ്രീമിയർ ലീഗ് മാനേജേഴ്സ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പെപ്പ് നേടിയിട്ടുള്ള കാര്യങ്ങൾ അറ്റ് സിറ്റി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ പെപ്പിന്റെ വിടവാങ്ങൽ ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി അത് പ്രീമിയർ ലീഗിന്റെ ഒരു ഭംഗിക്ക് കുറച്ചൊരു മങ്ങലേൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം പെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ടീമിനെ കളിപ്പിക്കുന്നതിൽ മാത്രമല്ല ആ ടച്ച് ലൈനിൽ പെപ്പിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് സിറ്റിയെ മുമ്പോട്ട് നയിച്ചിട്ടുള്ള ഒരു ഘടകം. അപ്പം പെപ്പ് പോയി കഴിഞ്ഞിട്ട് മെറസ്ക വരുമ്പോൾ അത് എന്തുമാത്രം എന്താ പറയാ അത് ആ ലെവലിലേക്ക് വരും എന്നുള്ളത് നമുക്ക് ഇനിയിപ്പം കാണേണ്ട കാര്യമാണ്. പിന്നെ മെറസ്ക വരുന്നു, പെപ്പ് പോകുന്നു, ഈ ഒരു കാര്യം ട്രാൻസ്ഫർ സിറ്റുവേഷനെയും ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മെഗാ പ്ലെയേഴ്സ്, ബെസ്റ്റ് പ്ലെയേഴ്സ് സിറ്റിയിലോട്ട് വന്നുകൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെപ്പ് എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഡെഫിനറ്റ്ലി ബഡ്ജറ്റും പേയ്മെന്റും കാര്യങ്ങളൊക്കെ, വേജസ് ഒക്കെ ഹൈ വേജസ് ഉണ്ട്. പക്ഷേ പെപ്പ് എന്നുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ 1 അതായിരുന്നു. അപ്പം പെപ്പ് പോയി കഴിയുമ്പോൾ ടോപ്പ് പ്ലെയേഴ്സ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആകുന്നത് എന്തുമാത്രം കുറയും എന്നുള്ളത് നമ്മൾ ഇനി കാണേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ള മേജർ ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ 115 ബ്രീച്ചസ്, അത് കോർട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതും ഒരു ഫാക്ടർ ആയിരിക്കാം പെപ്പ് പടി ഇറങ്ങാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അടുത്ത സീസണിൽ ആ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു ഈ ഉടനെ ആ ഒരു 115 ബ്രീച്ചസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ കോർട്ട് വേർഡിക്റ്റ് വരാനായിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിറ്റിക്ക് പോയിന്റ് ഡിഡക്ഷനോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ എസ്കേപ്പ് അടിക്കാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് പെപ്പ് ഈ സീസണിൽ
പടിയിറങ്ങുന്നതാണെന്ന് തോന്നുന്നു. കാരണം അടുത്ത സീസണിൽ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഒരു 30 പോയിന്റ് റിഡക്ഷനോ അങ്ങനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴോട്ട് പോകുമെന്ന് പെപ്പിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഹി ഹാസ് മെയ്ഡ് എ ഡിസിഷൻ. ഈ സീസണോടുകൂടി മതി, കാരണം ഇനിയിപ്പോൾ 2 ഗെയിമോടുകൂടി തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഈ വേർഡിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പെപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം സോ ഹി ഹാസ് മെയ്ഡ് എ വൈസ് ഡിസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെപ്പിന്റെ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് നിങ്ങളുടെ അഭിപ്രായം പറയാം പെപ്പിന്റെ ഇതിൽ. നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വെച്ച് പറഞ്ഞാൽ പെപ്പാണ് നമ്പർ 1, സർ അലക്സ് ഫെർഗ്യൂസനെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള കോച്ച് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.